കളവാരോപിച്ച് പ്രാണന്റെ പകുതി വധിച്ച മധുരാപുരി ദേശത്തെ കോപം കൊണ്ട് പട്ടടയാക്കിയ കണ്ണകി. പെണ്ണിന്റെ അഭിമാനത്തിന് അടിയറവ് വയ്ക്കാൻ ഭൂലോകം തന്നെ പോരെന്ന് തെളിയിച്ച കണ്ണകിയെ കാണാൻ ഇനി ഒരു വർഷം കൂടി കാക്കണം. പാതിവൃത്യവും സാമർത്ഥ്യവും ഭാരതീയ സ്ത്രീകളുടെ ഭാവശുദ്ധിയാണെന്ന് തെളിയിക്കാൻ തന്റെ കോപത്താൽ മാറുമുറിച്ച് മധുരാപുരിയെ അഗ്നിക്കിരയാക്കിയ കണ്ണകീദേവി. കോപമടങ്ങാത്ത കണ്ണകിയെത്തിയത് തേനിയിലെ സുരുളിമലയിലാണെന്നും കാളിരൂപം പ്രാപിച്ച കണ്ണകിയെ മംഗളാദേവിയിൽ കുടിയിരുത്തിയെന്നുമാണ് വിശ്വാസം. ചൈത്രമാസത്തിലെ പൗർണമിയിൽ കാളിദേവിയെ മാലോകരത്തെ പ്രീതിപ്പെടുത്തും. എല്ലാ വർഷത്തിലും ഒരിക്കൽ മാത്രം ഇവിടെ പൂജകൾ നടക്കും. കണ്ണകിയെ കണ്ട് മനസ്സർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി ദർശനം അടുത്ത പൗർണമി നാളിൽ മാത്രം. കുമളിക്കടുത്ത് കൊടുംകാടിനുള്ളിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവം ഈ വർഷത്തെ പൗർണമി നാളിൽ നടന്നു. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതിനാൽ തന്നെ കർശന നിയന്ത്രണങ്ങളോടെയാണ് ഉത്സവം നടക്കുക. കേരള തമിഴ്നാട് അതിർത്തിയിൽ വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. രാവിലെ 6 മണി മുതലാണ് ഭക്തരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. കണ്ണകിയെ കണ്ട് തൊഴുതു പ്രാർത്ഥിക്കാൻ ഉച്ചയ്ക്ക് 3 മണിവരെയാണ് സമയമുണ്ടാവുക. ശേഷം നടയടയ്ക്കും. പിന്നെ ആ കൊടും വനവും കണ്ണകിയെ മാത്രമാകും. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം വകുപ്പും റവന്യൂ വകുപ്പും പ്രത്യേകിച്ച് വനം വകുപ്പും എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് ഭക്ഷണ സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ റോഡുകൾ, ഇങ്ങോട്ടേക്കുള്ള റോഡുകൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടിരിക്കുന്നു. കല്ല് പാകി കോൺക്രീറ്റൊക്കെ ഇട്ട് കൂടുതൽ പാതകൾ മെച്ചപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ സംവിധാനങ്ങളും മെച്ചപ്പെട്ട സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുമളിയിലെത്തിയാൽ പിന്നെ ജീപ്പിലാണ് യാത്ര. വളഞ്ഞു പുളഞ്ഞു പോകുന്ന കാട്ടുപാതകൾ താണ്ടിയുള്ള ജീപ്പ് സവാരി അവസാനം ഒരു പച്ചക്കുന്നിലെത്തി നിൽക്കും. ബാക്കി പിന്നെ നടന്നാലേ പറ്റുള്ളൂ. കയറ്റവും ഇറക്കവുമുള്ള കുന്നിൻ ചെരുവുകളിലൂടെ പെരിയാറിന്റെ വശ്യതയും കോടമഞ്ഞിന്റെ കുളിരും ആസ്വദിച്ച് മംഗളാദേവിയുടെ സന്നിധിയിലെത്തും. തൊഴുതു പ്രാർത്ഥിച്ച് അടുത്ത 1 വർഷത്തേക്ക് കാടിനെ കൂട്ടിനാക്കി തിരികെ മടങ്ങാം. ETV ഭാരത്, ഇടുക്കി.